പരീക്ഷയിൽ A+ഉം ഉന്നതമായ വിജയവും ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള പരീക്ഷ എഴുതുന്നവർക്കുള്ളതാണ് ഈ വീഡിയോ. അല്ലാത്തവരോട് അല്ല സംസാരിക്കുന്നത്. അത്തരം ആളുകൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് ഇത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്ടിൽ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുണ്ടാകും, വിദ്യാർത്ഥിനികളുണ്ടാകും, നമ്മുടെ മക്കൾ, നമ്മുടെ പേരക്കുട്ടികൾ ഒക്കെ ഉണ്ടാകും. എന്നാൽ അവർക്ക് നല്ല ഉന്നതമായ വിജയം കിട്ടണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? ഇത് കേൾക്കുന്നവർ വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് നല്ല വിജയം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല? A+ വേണം, SSLC പരീക്ഷയിൽ, +2-വിൽ, പൊതുപരീക്ഷയിൽ ടോപ്പ്+ വാങ്ങണം, ഡിസ്റ്റിങ്ഷനോടുകൂടി വിജയിക്കണം, ആഗ്രഹമുണ്ടോ? പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ വരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നില്ലേ? നമ്മളൊരു കാര്യം പഠിച്ചോ, പരീക്ഷയ്ക്ക് ചെല്ലുമ്പോൾ അത് ഓർമ്മ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഉണ്ട്, ഇല്ലാത്തവരില്ല. എല്ലാം നമുക്ക് ഓർമ്മയിൽ വരാൻ വലിയ ആഗ്രഹമാണ്. നമ്മൾ പഠിച്ചത് ഓർമ്മയിൽ വന്നാൽ നമുക്ക് സുഖമായി എഴുതാൻ കഴിയും, ഉന്നതമായ വിജയം കിട്ടും. എന്നാൽ ഞാൻ അതിന് ഉതകുന്ന ഒരു ദിക്ർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ ദിക്ർ ചൊല്ല്, നിത്യമായി ചൊല്ല്. എന്നാൽ പരീക്ഷയിൽ ഉന്നത വിജയം ലഭിക്കാനും പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ വരാനും ഇത് ഉപകരിക്കും. ഒരുപാട് അമലുകൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചെയ്യണം. വുളു എടുക്കുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. നമ്മളൊരു വീഡിയോ തന്നെ അതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. എന്നാൽ പ്രത്യേകമായി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ആ ദിക്ർ ഇതാണ്: സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം എന്ന ദിക്ർ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും. ഈ ദിക്ർ നിങ്ങൾ അധികമായി നിത്യമായി ഇത് ചൊല്ലിക്കൊണ്ടേയിരിക്കുക. ഇൻഷാ അല്ലാഹ് ഇത് നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കും. നിങ്ങൾക്ക് പരീക്ഷയിൽ ഉന്നതമായ വിജയം കിട്ടാൻ ഇത് കാരണമാകും. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മെമ്മറി ഇൻക്രീസ് ആവാനുള്ള ഒരു ദുആ ആണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ഒരുപാട് ആളുകൾ കമന്റിലൂടെ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ. വീണ്ടും കാണാം. നിങ്ങളൊക്കെ ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന വസിയത്തോടെ, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.